നമസ്കാരം. ഈ പ്രപഞ്ചത്തിലാകമാനം തിങ്ങി വിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ബോധം, കോൺഷ്യസ്നെസ്, ബ്രഹ്മൻ, പരമാത്മാവ്, അത് മാത്രമേ യാഥാർത്ഥ്യമുള്ളൂ. അത് നമ്മൾക്ക് അഗ്രാഹ്യമാണ് എന്ന് ഭഗവത്ഗീതയിൽ എങ്ങനെയാണ് പറയുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. ന തദ്ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവകഃ യദ്ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. അതായത് നതത് ഭാസയതേ സൂര്യോ, സൂര്യന് അതിന് പ്രകാശിപ്പിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ സൂര്യപ്രകാശം കടന്നു പോകാൻ കഴിയില്ല. നമ്മുടെ മുന്നിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നതാണ് സൂര്യപ്രകാശം, അതിലേക്ക് കടന്നു പോകാൻ കഴിയില്ല, അത്രയും സൂക്ഷ്മതമമാണ്. നതത് ഭാസയതേ സൂര്യോ ന ശശാങ്കോ, ചന്ദ്രനോ ന പാവകഃ, അഗ്നിക്കോ ഒന്നും പ്രകാശിപ്പിക്കാൻ പറ്റാത്ത അതിസൂക്ഷ്മതമമായ ആ ബോധം, കോൺഷ്യസ്നെസ്. യദ്ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. നമ്മൾ മനസ്സിനെ പ്യൂരിഫൈ ചെയ്ത് ചിന്താവിമുക്തമാക്കി അതിൽ ലയിച്ചു ചേരുക. ആ പദത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചു വരവില്ല, പിന്നെ ഒരു ജീവിതമില്ല. അതാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ. അതായത് പരമമായ പദം, ആ ബോധത്തിൽ നമ്മൾ പോയി ചേരുക. അതിൽ ലയിച്ചാൽ പിന്നെ ഒരു ജീവിതം ഇല്ല. ഇല്ലെങ്കിൽ നമുക്ക് അതിൽ ലയിക്കണ്ടെന്നുണ്ടെങ്കിൽ ലയിക്കണ്ട, അതിനടുത്തെത്തിയാൽ മതി. അങ്ങനെയാണെങ്കിൽ എന്നും ആസ്വദിച്ച് ജീവിക്കുക. എന്തായാലും മനസ്സമാധാനത്തോടെ ജീവിക്കണം. നമുക്ക് ആ സത്യം അറിഞ്ഞാലേ ജീവിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ നമുക്ക് വളരെ സംഘർഷത്തോടെ ജീവിച്ചിങ്ങനെ പോവുക, വീണ്ടും ജീവിക്കുക, ആവർത്തിക്കുക, സംസാരചക്രം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ മനസ്സ് പ്യൂരിഫൈ ചെയ്താൽ നമ്മൾ ആത്മതത്വമായി മാറി. അത് മരിക്കുന്നതിന് മുമ്പ് ഈ ജീവിതത്തിൽ മാത്രമേ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കൂ. ഓക്കെ, താങ്ക് യു.